ഇന്ന് നമ്മളിൽ പല ആൾക്കാരും ദിവസവും UPI ഉപയോഗിക്കുന്നവരാണ്. സെൻഡ് മണി, റിസീവ് മണി, പേ ബിൽ എല്ലാം ഫിംഗർ ടിപ്സിനുള്ളിൽ. പക്ഷെ അടുത്തിടെ RBIയും NPCIയും ചേർന്ന് ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ദൈനംദിന ട്രാൻസാക്ഷനുകൾക്കും ആപ്പ് ഉപയോഗത്തിനും നേരിട്ട് ബാധിക്കുകയാണ്. അതിനാൽ ഈ വീഡിയോ മുഴുവൻ കാണൂ, കാരണം നിങ്ങൾക്കും ഈ മാറ്റങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ മാറ്റം എന്തെന്ന് വെച്ചാൽ UPI ഉപയോഗ പരിധി. NPCI ഇപ്പോൾ ചില ആപ്പുകൾക്ക് ദിനപരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബാലൻസ് ചെക്ക് ഇനി ദിനം പ്രതി 50 തവണ മാത്രം ചെയ്യാം. വ്യൂ ബാങ്ക് ലിസ്റ്റ് പരമാവധി 25 തവണ മാത്രം. ഇതെന്തിനാണ് ലിമിറ്റ് ആക്കിയത്? കാരണം ചില ബോട്ടുകളും ഫേക്ക് ആപ്പുകളും ഇതിലൂടെ സെർവർ ഓവർലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പരിധി വഴി സുരക്ഷയും സ്പീഡും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രണ്ടാമത്തെ മാറ്റം ഡോർമെന്റ് UPI ID. നിങ്ങളുടെ UPI ID കഴിഞ്ഞ ഒരു നിശ്ചയ കാലയളവിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ടെമ്പററി ആയിട്ട് ഡിസേബിൾ ആയേക്കാം. ഇത് എളുപ്പത്തിൽ തിരിച്ചു പിടിക്കാൻ ആപ്പിൽ വീണ്ടും വെരിഫിക്കേഷൻ വേണം. അതിനാൽ ഒരു ചെറിയ ട്രാൻസാക്ഷൻ പോലും ഇടയ്ക്കിടെ ചെയ്യുന്നത് നല്ലതാണ്. മൂന്നാമത്തെ മാറ്റം വലിയ തുകയുടെ ഇടപാടുകൾ. മുമ്പ് UPI വഴി 2 ലക്ഷം വരെ മാത്രമേ അയക്കാനേ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ചില ഹൈ വാല്യൂ പേയ്മെന്റുകൾ പ്രത്യേക കാറ്റഗറീസിൽ, ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ, ട്രാവൽ ബുക്കിംഗ് തുടങ്ങിയവയ്ക്ക് പരിധി 5 ലക്ഷം വരെ ഉയർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്ന മാറ്റമാണ്. നാലാമത്തെ മാറ്റം UPI ഓട്ടോ ഡെബിറ്റ്. മുമ്പ് നെറ്റ്ഫ്ലിക്സ്, ഫോൺ റീചാർജ് പോലുള്ള ഓട്ടോ പേ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പണം നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ RBI പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഓട്ടോ ഡെബിറ്റിനും മുമ്പ് കൂടുതൽ ഉറപ്പുള്ള വെരിഫിക്കേഷൻ വേണം. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഫ്രോഡ് ചാൻസുകൾ കുറയ്ക്കുകയും ചെയ്യും. പലർക്കും തോന്നിയ വേറൊരു ചോദ്യം ഇതാണ്: ഇനി UPI ട്രാൻസാക്ഷനുകൾക്ക് ചാർജുകൾ ഉണ്ടാകുമോ? ഒരു നല്ല വാർത്തയാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. ഇല്ല, RBI വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണമായി ഉപയോഗിക്കുന്നവർക്ക് ചാർജുകൾ ഒന്നും ഉണ്ടാകില്ല. മാത്രം ചില ബിസിനസ് അക്കൗണ്ടുകൾക്കാണ് ചെറിയ ഫീസ് ബാധിക്കുക. സോ ഗൈസ്, ഈ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുരക്ഷ, പരിധി, ട്രാൻസാക്ഷൻ എളുപ്പം എല്ലാം കൂടി UPI ഇനി കൂടുതൽ സ്മാർട്ടും സുരക്ഷിതവുമാണ്. നിങ്ങൾക്കും ഈ മാറ്റങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? കമന്റിൽ അറിയിക്കൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.